അപ്പോൾ നമ്മളിന്ന് ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പോകട്ടെ. സർപ്രൈസ് കൊടുക്കാൻ ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഇന്ന് റിസൈനൊക്കെ കിട്ടിയിട്ട് നാട്ടിലേക്ക് പോകാൻ കേട്ടോ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട്. അപ്പോൾ ആൾക്കിത് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കണം. കാരണം എനിക്ക് ഒന്ന് ഓഫായിരുന്നു. പിറ്റേ ദിവസം ആൾ പോകുന്ന ദിവസമാണ് കേട്ടോ ഞാൻ പോയി കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ തന്നെ എൻ്റെ ഫ്രണ്ട് മേഘ വന്നിട്ടുണ്ടായിരുന്നു. നിശയാണ് ഇപ്പോൾ പോണത് കേട്ടോ. അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിൽ വേഗം ഞാൻ തുറന്ന് നോക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തുറന്ന് നോക്കുന്നുണ്ട്. ആൾക്ക് ഭയങ്കര വിഷമമായിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എഴുതി വെച്ച കോട്ടൊന്നും വായിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല കേട്ടോ. അത് വായിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കാര്യം അതുപോലത്തെ ഡയലോഗൊക്കെ ഉണ്ടോ ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ മേഘ എൻ്റെ ഇടയിൽ കൂടെ എന്താണ് കൊടുക്കണമെന്നുള്ള അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ ആർക്കും ഇതിൻ്റെ ഫോട്ടോയൊന്നും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ മിക്കപ്പോഴും നമ്മുടെ കൂട്ടത്തുനിന്ന് റിസൈൻ ചെയ്ത് പോകുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ കൊടുക്കാറ്. കാരണം നമ്മുടെ ഒപ്പമുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് എപ്പോഴും നല്ല മെമ്മറി ആയിട്ട് ഇരുന്നോട്ടെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഗിഫ്റ്റൊക്കെയാണ് കൊടുക്കാറ്. അപ്പോൾ ട്രെയിൻ വന്നു, ആൾ പോവാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ഭയങ്കര വിഷമമായി, ഞങ്ങൾക്കും ഭയങ്കര വിഷമമായി. എന്താ പറയുക, പോവും വേണം എന്ന് പോണതിൽ സങ്കടമുണ്ട്. അപ്പോൾ എന്തായാലും പോയിട്ട് നല്ല കാര്യത്തിനാണല്ലോ പോണത്. അപ്പോൾ ട്രെയിനൊക്കെ വന്ന് നിന്ന് പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ട് ആൾ പോവാണ് കേട്ടോ. ടെൻഷൻ ആവുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ ട്രെയിനൊക്കെ വന്ന് നിന്ന് ഞങ്ങൾ ലഗേജൊക്കെ ട്രെയിനിൽ വെച്ച് കൊടുത്തിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ബാഗും പെട്ടിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വേഗം ഓടി കയറി കേട്ടോ. ആകെ 2-3 മിനിറ്റ് മാത്രമാണ് അവിടെ ട്രെയിൻ നിർത്തിയിട്ടുള്ളൂ. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ട്രെയിൻ കയറിയിട്ട് ആൾ ഗിഫ്റ്റ് നേരെ നോക്കിയിട്ട് എന്നെ വിളിച്ചിട്ട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് ഭയങ്കര വിഷമമായിരുന്നു, നമുക്കും ഭയങ്കര വിഷമമൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് ചിരിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ തിരിച്ച് പോയത് കേട്ടോ. അപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ മാത്രം ഉണ്ടായിരുന്നില്ല, തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ് മേഘ വീട്ടിലേക്ക് പോയിട്ടോ. ഡേ ഡ്യൂട്ടി ആയിരുന്നു, എനിക്ക് നൈറ്റാണ്. ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്കും പോയിട്ടുണ്ട് കേട്ടോ.